ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും അപ്പോൾ കേട്ടിട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് കേട്ടിട്ട് എക്സാം ഡിസംബറിൽ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ നോക്കിയാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ നാച്ചുറൽ സയൻസിനുള്ള വീഡിയോസ് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസ് ഫുൾ ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. എനിക്കറിയാം, നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരിക്കും. മേ ബി 1-2 എണ്ണം ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ട അറിവ് എവിടെ നിന്ന് കിട്ടുന്നോ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം, ഒരറിവും ചെറുതല്ല എന്നുള്ളത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന കേട്ടറ്റ് എക്സാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ചിലരൊക്കെ ആദ്യമായിട്ട് ഇനി എഴുതാൻ പോകുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, കേട്ടറ്റ് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ വൈസ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ പോലും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് മിക്കതും ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ സിലബസിലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമ്മുടെ സിലബസ് തന്നെ പണ്ടുള്ള അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണയിൽ പഠിച്ചെടുക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഏത് രീതിയിൽ തിരിച്ചോ മറിച്ചോ ഒക്കെ ചോദിച്ചാലും നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിലുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഓർക്കുക, നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളെല്ലാവരും BEd കംപ്ലീറ്റ് ചെയ്തവരാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് കേട്ടിട്ട് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാടായിട്ടുള്ള കാര്യമൊന്നുമല്ല. കുറച്ചൊരു എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, നാച്ചുറൽ സയൻസിൻ്റെ സിലബസിൽ ഒന്നാമതായിട്ട് വരുന്നത് പഠിക്കാനുള്ളത് ലിവിങ് വേൾഡാണ്. ലിവിങ് വേൾഡിനകത്ത് അതിനെക്കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്ലാന്റ് കിങ്ഡത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അനിമൽ കിങ്ഡം ഉണ്ട്, പിന്നെ മോർഫോളജി ഓഫ് ആൻജിയോസ്പേം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ സെൽ ആൻഡ് സെൽ ഡിവിഷൻ വരുന്നുണ്ട്, അനാട്ടമി ഓഫ് പ്ലാന്റ്സ് വരുന്നുണ്ട്, പിന്നെ ഹ്യൂമൻ ഫിസിയോളജി. അതിനകത്ത് ഹ്യൂമൻസിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ന്യൂട്രീഷന്, എക്സ്ക്രീഷന്, റെസ്പിറേഷന്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അതൊരു വലിയ ടോപ്പിക് തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓരോ ഭാഗവും എടുത്തെടുത്ത് വ്യക്തമായിട്ട് പഠിക്കണം. റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് വരുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ അതൊക്കെ കുറച്ച് എളുപ്പമുള്ള ഭാഗങ്ങളാണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, റിപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, റിപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേം, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. ഇതൊക്കെ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളിത് എവിടെയൊക്കെയോ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഡിഗ്രിക്കോ PGക്കോ ഒക്കെ പഠിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിലബസ് ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സിലബസ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം സിലബസിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ, 2-3 വട്ടം നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുക, പിന്നെ പഠിക്കാൻ തുടങ്ങുക. ഓരോന്ന് സിലബസ് വൈസ് നോട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കുക. ഈ വീഡിയോ കാണുന്നവർ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്